ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, പ്രതിസന്ധികൾ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ? ഇതാ വൈദികനാകാൻ കൊതിച്ച ഒരു യുവാവ് 2003 ജൂൺ 8 സെമിനാരിയിൽ ചേർന്നു. എന്നാൽ 2012 മെയ് 30 അദ്ദേഹത്തിൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. 1.5 വർഷം മാത്രം വൈദികനാകാൻ ബാക്കി. തുടർന്ന് ഡിസംബർ 15 വലത് കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. എങ്കിലും വൈദികനാകാൻ മെത്രാൻ അനുവദിച്ചു. കുർബാന സഹായിയായി 2 പേർ ഇരുവശത്തു നിന്ന് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്തു. എന്നാൽ ഉറച്ച സ്വരത്തിൽ, ഒരു ഉയർന്ന സ്വരത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥനകളെല്ലാം ഉറക്കെ ചൊല്ലിക്കൊടുത്തു. അത് മറ്റാരുമായിരുന്നില്ല, പരിശുദ്ധ അമ്മയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 2016 ഓഗസ്റ്റ് 22 അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിന് കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടി. തൃശ്ശൂർ രൂപതയിലെ വെളത്തൂറിൽ സെൻറ്റ് ജോർജ് ഇടവകാംഗം ആയ ഫാദർ പോളാണ് അദ്ദേഹം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ധീരതയോടെ മുന്നേറുക. ദൈവം തക്ക സമയത്ത് നമ്മെ സഹായിക്കും. ആമേൻ.